കരിമണൽ ഖനന നയം LDF സർക്കാർ പാസ്സാക്കിയതാണെന്നോ അല്ലെ LDF സർക്കാർ ഇരിക്കുന്ന സമയത്താണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സതീശനെ മെഴുകാൻ വന്ന സതീശന്റെ കോളാമ്പിയായിട്ടുള്ള സ്മൃതീശൻ അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കുരുവിനെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ. റിപ്പോർട്ടർ ചാനലിനെ വലതുപക്ഷ മാധ്യമമാക്കാൻ ശ്രമിക്കുന്ന ഈ സ്മൃതി പരുത്തിക്കുരു എന്ന് പറയുന്ന ജേർണലിസ്റ്റിന് ഇതിൽ പരം വേറെ മറുപടിയൊന്നും കിട്ടാനില്ല. അരുൺകുമാറിന്റെ മറുപടിക്കല്ല, അരുൺകുമാറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയാണ് അത്രേ നമ്മുടെ സ്മൃതി പരുത്തിക്കുരു. ആ വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ ഒന്ന് കാണിച്ചു തരാം, നോക്കിയോ. ഇടതു സർക്കാരിന്റെ കരിമണൽ ഖനന നയത്തിൽ നിന്നുള്ള എന്തു വ്യത്യാസമാണ് ഇന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത് സ്മൃതി ഇവിടെ അവതരിപ്പിച്ചത്? പറയൂ. സ്മൃതിയുടെ ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. സ്മൃതി ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റിൽ ഈ ഇടതു സർക്കാരിന്റെ കാലത്തെ കരിമണൽ ഖനന നയവുമായി ബന്ധപ്പെട്ട എന്ത് വ്യത്യാസമാണ്? ബ്ലാക്ക് മൈൻ ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇടതു സർക്കാരിന്റെ നയത്തിൽ നിന്ന് സ്മൃതി പറഞ്ഞ മനോരമയുടെ വാർത്ത എന്തു നയ വ്യത്യാസമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? പറയൂ. ഇടതു സർക്കാരിന്റെ നയവുമായി മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത അതിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ വായിച്ചത്. വെള്ളപൂശാൻ കൊണ്ടുവന്ന വാർത്തയെടുത്ത് സ്മൃതി സ്വയം കുടുങ്ങിയ പാടില്ലായിരുന്നു. ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചതിന് ശേഷം, ഫിനാൻസ് ബില്ല് പാസ്സാക്കിയതിനു ശേഷം UDF തീരുമാനിച്ചാൽ ഈ ബക്കാടി ബ്രീസർ ഇവിടെ വിൽക്കൂലേ? ഫിനാൻസ് ബില്ല് വന്നോ? അതല്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഫിനാൻസ് ബില്ലേക്ക് വെച്ചോ? ബഡ്ജറ്റ് വെക്കൂലേ? പിന്നെ വെക്കാതെയാണോ ബഡ്ജറ്റ് പറയുന്നത്? അതിനു മുന്നേ UDF ചേരുമോ എന്നുള്ള അങ്ങേക്ക് അറിയോ? ചേരുമോ? അല്ല, എനിക്കറിയില്ല. ചേരുമായിരിക്കും. ഞാൻ പുതിയ സാഹചര്യത്തിൽ ചേരും. അല്ല, എങ്ങനെയല്ല വരണ്ട, എല്ലാം കഴിഞ്ഞ 10 വർഷത്തെ പോലെ വരേണ്ടത്. അതിനാണല്ലോ പുതിയ സർക്കാരെ തെരഞ്ഞെടുത്തത്. ഇപ്പൊ മദ്യത്തിന്റെ അഴിമതി ആരോപണത്തിന് മുന്നിൽ നിൽക്കുക മുഖ്യമന്ത്രി. അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നല്ലേ? സതീശന് വേണ്ടി വെള്ളപൂശാനായിട്ട് വന്നിരിക്കുന്ന സ്മൃതീശനെ വലിച്ചു കീറി നിലത്തൊട്ടിച്ചിരിക്കുകയാണ് അരുൺകുമാറും ആന്റോ അഗസ്റ്റിനുമൊക്കെ. നാണമില്ലാത്ത ഒരു ജേർണലിസ്റ്റ് എന്ന് എനിക്ക് ഇതിനെയൊക്കെ പറയാനുള്ളൂ. ഈ സാധനത്തിനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കരുത് സ്മൃതി. അതെല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു രീതിയായിരിക്കണം. നിങ്ങൾ സതീശനെ മെഴുകാൻ വേണ്ടിയിട്ട്, സതീശനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട്, സതീശനെ വലിയൊരു ഈശ്വരനാക്കാൻ വേണ്ടിയിട്ട് മെഴുകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കൃത്യമായിട്ടുള്ളൊരു മറുപടി തന്നെ അരുൺകുമാർ സംഘവും കൊടുത്തിട്ടുണ്ട്. സ്മൃതിക്ക് എന്തായാലും കിട്ടി ബോധിച്ചു കാണും അല്ലേ?